ഹായ് ഹലോ ഫ്രണ്ട്സ്, രാവിലെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 2 സവാള തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് 4ആയിട്ട് മുറിച്ചെടുക്കാം. തീരെ ചെറിയ കഷ്ണം ആക്കണമെന്നില്ല, ഇതുപോലെ ജസ്റ്റ് മുറിച്ചെടുത്താൽ മാത്രം മതിയാവും. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നുള്ളൊരു കറിയാണ്. ഈ അരിഞ്ഞ കഷ്ണങ്ങൾ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് അരച്ചെടുക്കുന്നത്. കഷ്ണം വരാത്ത രീതിയിൽ തന്നെ അരച്ചെടുക്കണം. ഇനി ഒരു ചീനച്ചട്ടിയിൽ ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനെ കടുവറുത്ത് വറ്റൽമുളകും കരിവേപ്പിലയൊക്കെ ഇട്ട് കടുവറുത്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ഈ കൂട്ട് ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് വേണം കൂട്ട് കലക്കി ഒഴിക്കാൻ. ഇനി ഈ കൂട്ടിലേക്ക് അല്പം മുളക് പൊടിയോ ഉപ്പോ ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ഉപ്പിനനുസരിച്ചും ഇട്ട് ചേർത്തെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തിളയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട്. നല്ല രീതിയിൽ തിള വന്നതിന് ശേഷം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയാണ് ഇതിന്റെ ആ ഒരു ഹൈലൈറ്റ്. കായപ്പൊടി ഇട്ടതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് തന്നെ തിളപ്പിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാനാണ്. ഉപ്പും എരിവും ഒക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ആ ഒരു കായത്തിന്റെ മണവും വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം എന്നിട്ട് ദോശയുടെ ഇഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്.